കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഭാഗമായി നമ്മളിന്ന് അനാലിസിസ് നടത്താൻ പോകുന്നത് MBA ഫസ്റ്റ് സെമസ്റ്റർ വരുന്ന MPC 001 എന്ന് പറയുന്ന പേപ്പറാണ്. അതായത് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഇന്ന് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ അനാലിസിസ് പാർട്ടിലോട്ട് പോവാം. തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു അനാലിസിസ്, അതായത് ജനറൽ അനാലിസിസ് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രിലിമിനറി റിപ്പോർട്ട് ഈസ് ടു അനലൈസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ പ്രീവിയസ് ടേം എക്സാമിനേഷൻ. അതായത് ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജനറൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായി കോമൺ ആയി പ്രീവിയസ് ഇയർ ടേം എക്സാമിനേഷനിലെ MPC 001 ഇഗ്നോ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ജനറൽ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ അനാലിസിസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇഗ്നോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്ത് പോയിരിക്കുന്നത്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരിക. ആൻഡ് ഐഡന്റിഫൈങ് എനി നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മെത്തഡോളജി. ഫസ്റ്റ് വൺ, ഡാറ്റ കളക്ഷൻ. Extract questions from the term examination papers from December 2021 to December 2023. അതായത് നമ്മൾ എന്തൊക്കെ മെത്തഡുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഡാറ്റ കളക്ഷൻ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ December 2021 മുതൽ December 2023 വരെയുള്ള ടേമിന്റെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറോട് നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. അതിൽ നിന്ന് MPC 001 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്തത് ഡാറ്റ ഓർഗനൈസേഷൻ ആണ്. കാറ്റഗറൈസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ സിലബസ് ടോപ്പിക്സ് ആൻഡ് ടൈപ്സ്. അതായത് ടോപ്പിക് ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സിലബസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അതായത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ഷോർട്ട് നോട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ 3 കാറ്റഗറിയിൽ എന്ത് ചെയ്തു, ഡാറ്റ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. എക്സ്പ്ലോറട്ടറി അനാലിസിസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അനലൈസ് ദ ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് ഡിഫറെന്റ് ടോപ്പിക്സ് ആൻഡ് ടൈപ്സ്. ഇത് നമ്മൾ ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്യാണ്. അതിലെന്താ ചെയ്യുന്നത്, നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫ്രീക്വൻസി എത്രമാത്രമാണ്, എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിലേക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ഇഗ്നോറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യന്റെയും ടൈപ്പ്, അപ്പോൾ അത് ഫ്രീക്വൻസി എത്രമാത്രമാണ് സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻസുകൾ എത്രമാത്രം വന്നിട്ടുണ്ട്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്രമാത്രം വന്നിട്ടുണ്ട്, അതിന്റെ ഒരു ഫ്രീക്വൻസി നോക്കി. ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തത് ഐഡന്റിഫൈ എനി പാറ്റേൺസ് ഇൻ ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദി ടോപ്പിക് കവേർഡ് ഓവർ ഡിഫറെന്റ് എക്സാം സെഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്, എന്തെങ്കിലും പാറ്റേൺ നേരത്തെ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡിലാണോ ഇത് വരുന്നത് എന്നുള്ള ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ നടത്തി. ഡാറ്റ ഓർഗനൈസേഷൻ. സിലബസ് ടോപ്പിക്സ് കവേർഡ്. ഇനി ബ്ലോക്ക് 1 നിന്ന് നമുക്ക്
ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്ലോക്ക് 1ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഡാറ്റ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് സിലബസ് വൈസ് എങ്ങനെയാണ് ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്ലോക്ക് 1ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ബ്ലോക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിലെ എന്താണ് മാനേജ്മെന്റ് ആൻഡ് ഓവർ റിവ്യൂ, മാനേജ്മെന്റ് ഇറ്റ്സ് ഇവല്യൂഷൻ ആൻഡ് റോൾസ് ഓഫ് മാനേജേഴ്സ്. ബ്ലോക്ക് 2 managerial process and planning, organizing, staffing and directing. Block 3 managerial process, second part ആണ്. അതിൽ controlling, leading and motivating decision making. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ബ്ലോക്കിലും കവർ ചെയ്ത് പോയിരിക്കുന്ന ടോപ്പിക്കുകൾ. ബ്ലോക്ക് 4 ഓർഗനൈസേഷൻ പ്രോസസ്, അതിൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണ്, ഡിസൈൻ എന്താണ്, ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്, ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണ്, മാനേജിങ് ചേഞ്ച്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ്. അപ്പൊ 4 ബ്ലോക്കുകളിൽ വരുന്ന ടോപ്പിക്സുകൾ അല്ലെങ്കിൽ സിലബസ്, ഇത്രയും സിലബസ് ആണ് നമ്മുടെ MMPC 001 4 ബ്ലോക്കുകളായിട്ട് കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ റിക്വയർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് കോൺസെപ്റ്റ്സ്, തിയറീസ് ഓർ മോഡൽസ്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തിയറീസിന്റെയും മോഡൽസിന്റെയും ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് തിയറി ബേസ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത്. 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്, സോറി. ഒന്ന് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, ഷോർട്ട് നോട്ട്സ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കറിയാം കേസ് സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് നോർമലി ഇഗ്നോയുടെ ഭാഗത്ത് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് വരാറുണ്ട്. അതിൽ ഏതെങ്കിലും എന്താ പറയാ സ്പെസിഫിക് ടേംസിനെ കുറിച്ചിട്ട് നിങ്ങളോട് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നതാണ് ഷോർട്ട് നോട്ട്സ്. ഇനി എക്സ്പ്ലോറട്ടറി അനാലിസിസ്. അപ്പൊ എക്സ്പ്ലോറട്ടറി അനാലിസിസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രമാത്രം ഫ്രീക്വൻസി ആണ് ഒരു ടോപ്പിക്കിൽ നിന്ന് ടോപ്പിക് വൈസ് ആയിട്ട് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ബ്ലോക്ക് 1ൽ നിന്ന് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ്, അതിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓവർവ്യൂ ആണ്. കവേർഡ് ഫ്രീക്വന്റ്ലി എസ്പെഷ്യലി ദ ഫങ്ഷൻസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് മാനേജ്മെന്റ്. ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്പെഷ്യലി ദ ഫങ്ഷൻസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസും ചാലഞ്ചസും ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിലും വരുന്നതാണ്, എല്ലാ ടൈമിലെ എക്സാമിനേഷനിലും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ റോൾ ഓഫ് മാനേജേഴ്സ്, മാനേജേഴ്സിന്റെ റോൾ എന്താണ് എന്നുള്ളതായിരുന്നു അടുത്ത ടോപ്പിക്. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, മാനേജറിയൽ റോൾസ് ആൻഡ് സ്കിൽസ് ഓഫൺ ഡിസ്കസ്ഡ്. മാനേജറിയൽ റോൾസ് എന്താണ്, സ്കിൽസ് എന്താണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളത് പ്ലാനിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഓർഗനൈസിലോട്ട് വരുമ്പോഴോ ഓർഗനൈസേഷന്റെ കോൺസെപ്റ്റ്, അപ്രോച്ചസ് ടു ഓർഗനൈസിങ് എ വർക്ക്, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ്ങിലെ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ടോപ്പിക് വൈസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ബ്ലോക്ക് 3 കൺട്രോളിങ്, അതായത് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ ഏതാണ്, കൺട്രോൾ പ്രോസസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതിൽ നിന്ന് ചോദിക്കുന്നത് ലീഡർഷിപ്പ് തിയറീസ് എന്തൊക്കെയാണ്, മോട്ടിവേഷൻ തിയറീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഫ്രീക്വന്റ്ലി എന്താണ് കവർ ചെയ്ത് പോവാറുണ്ട്. അതുപോലെ ആ ഒരു ഇതിൽ തന്നെ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്, സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓവർകമ്മിങ് ബാരിയേഴ്സ്. ഡിസിഷൻ മേക്കിംഗിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ബാരിയേഴ്സ് ഓവർകം ചെയ്യുക. ഇനി ബ്ലോക്ക് 4 നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് ആദ്യത്തെ ടോപ്പിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ആണ്. അതിൽ നിന്ന് നമുക്ക് ചോദിക്കാറുള്ള ചോദ്യം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രക്ചർ ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ, ആ ഭാഗത്ത് ചോദിക്കുന്നത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മേക്കിംഗ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്. എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാം, എന്തൊക്കെ ബാരിയേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷന് ഉള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുമ്പോൾ റോൾ ഓഫ് കൾച്ചർ, ട്രേറ്റ്സ് ഓഫ് എ ഗുഡ് ഓർഗനൈസേഷൻ കൾച്ചർ. നല്ലൊരു ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി മാനേജിങ് ചേഞ്ച്, അതിൽ നിന്ന് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഓവർകം ഇറ്റ്. എന്തൊക്കെയാണ് ചേഞ്ചസുകൾ, അതുപോലെ തന്നെ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഓവർകം ചെയ്യാം.
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എവല്യൂഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CSR. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും ഉണ്ട്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ predominantly focused on explaining theories, models and process. അതായത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് തിയറീസോടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസോടോ അല്ലെങ്കിൽ പ്രോസസ്സോടോ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ കേസ് സ്റ്റഡീസ് ആണ് വരാറുള്ളത്. അതൊരു സെക്ഷൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കേസ് സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളെ അല്ലെങ്കിൽ തിയറീസിനെ അല്ലെങ്കിൽ മോഡൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കേസ് സ്റ്റഡീസിൽ എവിടെയൊക്കെയാണ് ആ തിയറീസ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്സുകൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇനി ഷോർട്ട് നോട്ട്സ് വരുമ്പോഴോ അവിടെ ടിപ്പിക്കലി ആസ്കിംഗ് സെക്ഷൻ എ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നും പറയുന്ന 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും. സെക്ഷൻ ബിയിലെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വരും. പ്ലസ് അതിൽ തന്നെയാണ് ഷോർട്ട് നോട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താഴെ നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ കേസ് സ്റ്റഡി വരും. നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേണോ അല്ലെങ്കിൽ ട്രെൻഡോ ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എംഫസൈസ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. കൂടുതലായിട്ട് എംഫസൈസ് എന്തിനാണ് കൊടുക്കുന്നത്? പ്ലാനിങ് ആൻഡ് കൺട്രോളാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് ആർ repeatedly emphasized and indicating their critical importance in the subject. Planning and പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആ 2 പ്രോസസ്സിന് മാനേജ്മെന്റ് ഫങ്ഷൻസിലെ പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷൻ ആയിക്കോട്ടെ, ഒരു മാനേജ്മെന്റ് ഏറ്റവും ആദ്യത്തെ ഒരു ഫങ്ഷനാണ് പ്ലാനിങ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ആയിട്ടുള്ള ഫങ്ഷൻ. ഈ 2 ഫങ്ഷൻസിന് വളരെയധികം ഫോക്കസ് ചെയ്യുന്നതോടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന 2 ആസ്പെക്ട്സിനും വളരെയധികം ഊന്നൽ കൊടുത്തിട്ടാണ് ഇഗ്നോ എന്ത് ചെയ്യാറുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, അത് ആ ഒരു ഏരിയ, അതിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡ്, അതിൽ നിന്ന് കാണിക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലീഡർഷിപ്പ് തിയറീസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ തിയറീസുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലീഡർഷിപ്പും മോട്ടിവേഷനും. അപ്പോൾ ആയതിനാൽ തന്നെ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ചേഞ്ച്, significant focus on organizational culture and change management, suggesting a recognition of their impact on organizational effectiveness. ഓർഗനൈസേഷൻ കൾച്ചർ, അതുപോലെ തന്നെ ചേഞ്ച് മാനേജ്മെന്റ്, ഇതിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരാറുള്ളത്. അതായത് ഈ ഒരു ടോപ്പിക്, ഈ ഒരു സെക്ടേഴ്സ് കൂടുതൽ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് പറയുന്നത്. കാരണം ഇതിനൊക്കെ ഒരു ഓർഗനൈസേഷനിൽ അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഓർഗനൈസേഷൻ കൾച്ചർ ആയിക്കോട്ടെ, ചേഞ്ച് ആയിക്കോട്ടെ, ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കണം മേ ബി അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ തവണ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് കൊടുക്കുന്നുണ്ട്. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സെക്ഷൻ ബിയിലാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ നോളജ് ഒരു റിയൽ വേൾഡിലുള്ള ഒരു സിനാരിയോ നിങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മുടെ ആ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി വെച്ചുകൊണ്ട് എങ്ങനെ ആ കേസ് സ്റ്റഡിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിക്ക് ഈ കേസ് സ്റ്റഡിയുമായി എത്രയും മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഒരു കേസ് സ്റ്റഡി സിനാരിയോ തന്നിട്ട് അവരോട് ആൻസർ ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. ഇനി അപ്പോൾ നമ്മുടെ ഒരു ജനറൽ ആൻസേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സമ്മറിയിലേക്ക് എത്താണ്. അതായത് ടേമിന്റെ എക്സാമിനേഷൻ ഓഫ് MMPC 001 consistently cover a broad range of topics from the syllabus, ensuring comprehensive coverage of key management functions and organizational process. എന്താ പറയുന്നത്? MMPC 001ന്റെ ടേമിന്റെ എക്സാമിനേഷനിലെ കൺസിസ്റ്റന്റ്ലി ബ്രോഡായിട്ട് ഒരുവിധം എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അതായത് എൻഷുറിംഗ് കോംപ്രിഹെൻസീവ് കവറേജ് ഓഫ് മാനേജ്മെന്റ്, പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻസുകളും ഓർഗനൈസേഷണൽ പ്രോസസ്സും.
ഈ ഏരിയാസുകളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് MMPC 001ന്റെ പേപ്പർ എന്ത് ചെയ്തിരിക്കുന്നത്, അവര് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. The questions are well distributed across theory based, application based, short notes. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് MMPC 001ൽ വരുന്നത്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതായത് കേസ് സ്റ്റഡി, പിന്നെ ഷോർട്ട് നോട്ട്സ്. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിയിലേക്കാണ് ഈ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന കമ്മിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്ലാനിങ്, കൺട്രോളിങ്, ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ കൾച്ചർ, ഈ എന്താ പറയാ 4 കാര്യങ്ങൾക്കും കൂടുതൽ ഹയർ എംഫസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരു മാനേജ്മെന്റ് ഫംഗ്ഷനിൽ ഈ പറയുന്ന ടോപ്പിക്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി the use of case studies in section B effectively bridges the gap between theory and practice, encouraging students to apply their knowledge in the realistic context. എന്താ പറയുന്നത്, സെക്ഷൻ ബിയിൽ വരുന്ന കേസ് സ്റ്റഡീസ് അതെന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിയും അതിന്റെ ആപ്ലിക്കേഷനുമാണ് വരുന്നത്. തിയറി ആൻഡ് പ്രാക്ടീസ് തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പഠിക്കുന്ന തിയറി എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, കൂടുതൽ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ മുന്നിൽ തന്നുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി അനുസരിച്ച് എങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് എന്താണ് അതിലൂടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. Recommendations. Balanced coverage. Ensure a balanced coverage of all syllabus topics to maintain a holistic approach of management functions and process. എന്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുവിധം സിലബസിലെ എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. Diverse questions type. Continue incorporating a mix of question types to assess both theoretical and knowledge and practical application skills. അതൊരു എന്താ പറയാ, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഒരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആണ്. തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അപ്പോൾ തിയറിറ്റിക്കൽ നോളജും അതുപോലെ തന്നെ ഒരു ലേണറുടെ, ഒരു സ്റ്റുഡന്റിന്റെ ആപ്ലിക്കേഷൻ സ്കിൽസും എത്രമാത്രമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ടൈപ്സ് പല രീതിയിൽ ഡൈവേഴ്സ് ചെയ്തിരിക്കുകയാണ്. Current trends include more questions on emerging trends in management to keep the curriculum relevant and up to date. നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡേ ടു ഡേ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരു സെക്ടറാണ് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് നിരവധി കോമ്പറ്റീഷൻസ് ഡേ ടു ഡേ ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനാൽ തന്നെ കറന്റ് ട്രെൻഡ്, അതായത് ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം എപ്പോഴും റെലവെന്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ ദിവസവും മാനേജ്മെന്റ് പുതിയ പുതിയ ടെക്നിക്സുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് സിലബസ് ഇഗ്നോ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിലൊരു ഗ്രാഫായിട്ട് നിങ്ങൾക്ക് എന്താണ് കൊടുത്തിരിക്കുകയാണ്. ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ബ്ലോക്ക് 1ൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ബ്ലോക്ക് 2ൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്, ബ്ലോക്ക് 3ൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ബ്ലോക്ക് 4ൽ നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് പെർ ബ്ലോക്ക് അക്രോസ് എക്സാംസ്, അതായത് എത്രമാത്രം ഡിസംബർ 2021 ബ്ലോക്ക് 1ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2ൽ നിന്നാണ്, പിന്നീട് കിടക്കുന്നത് ബ്ലോക്ക് 3ൽ നിന്നാണ്, പിന്നെ കുറവ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 4. ഒരു ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3ക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം ഒരു ഇമ്പോർട്ടൻസ് കുറയുന്ന രീതിയിലായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 2 and 3ക്ക് എന്താ പറയാ ഒരു സെയിം പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസംബർ 2022 വന്നപ്പോൾ ബ്ലോക്ക് 1 എന്തായി, വളരെയധികം ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അതുപോലെ തന്നെ ബ്ലോക്ക് 1ന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ബാക്കി 3 ബ്ലോക്കുകൾ, അതായത് ബ്ലോക്ക് 2ഉം
ബ്ലോക്ക് 3യും ബ്ലോക്ക് 4 വന്ന് ബ്ലോക്ക് 2വിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ബ്ലോക്ക് 3ക്കായി കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നീട് വന്നപ്പോൾ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ഉം ഈക്വൽ ഇമ്പോർട്ടൻസും പിന്നെ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3ക്കും കുറവ് എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സാധിക്കും ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇന്ന ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്, അല്ലെങ്കിൽ ഇന്ന ബ്ലോക്കിൽ നിന്നാണ് കുറവ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഗ്രാഫ് നോക്കിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ബാർ ഡയഗ്രാം നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. The analysis shows frequency and distribution of questions from each block in the syllabus across day. അതായത് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒബ്സർവേഷൻ, ആ ഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ്. ദിസ് ബ്ലോക്ക് കൺസിസ്റ്റന്റ്ലി ഹാസ് എ മോഡറേറ്റ് ടു ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് എക്സാം. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് പോയിട്ടില്ല ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ഒരു മോഡറേറ്റ് ലെവൽ മുതൽ ഒരു ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ബ്ലോക്ക് 1ൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഹാഡ് ഹൈയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 2021 എക്സാമിലാണ് ബ്ലോക്ക് 1ൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 2ലോട്ട് വരുമ്പോൾ ഹാസ് ഫ്യൂവർ ക്വസ്റ്റ്യൻസ് കമ്പയർഡ് ടു അതർ ബ്ലോക്സ്. മറ്റുള്ള ബ്ലോക്സിനെ വെച്ചിട്ട് വളരെ കുറവ് ചോദ്യങ്ങളെ ബ്ലോക്ക് 2ൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. There was a slight increase in the number of questions in the December 2022 exam. ഡിസംബർ 2022 എക്സാമിന് എന്താണ് മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അധികം ചോദിച്ചത് ബ്ലോക്ക് 1ൽ നിന്നായിരുന്നു, ബ്ലോക്ക് 2ൽ നിന്നായിരുന്നു. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴോ അതൊരു കൺസിസ്റ്റന്റ് പാറ്റേൺ ആണ് പോകുന്നത്. എന്നാൽ താഴോട്ട് പോകുന്നില്ല, ഒരു ആവറേജ് എപ്പോഴും എന്ത് ചെയ്തു പോകുന്നുണ്ട്, കീപ്പ് ചെയ്തു പോകുന്നുണ്ട്. ബട്ട് ലോവർ ദാൻ ദി ബ്ലോക്ക് 1. പക്ഷെ ബ്ലോക്ക് 1ന്റെ അത്രയും ഇല്ല, എന്നാലും ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നുണ്ട്. There were slightly more questions ഈ ബ്ലോക്ക് 1ൽ നിന്ന് ഡിസംബർ 2021 ജൂൺ 2023 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഇനി ബ്ലോക്ക് 4ലോട്ട് വരുമ്പോൾ വാരിയബിലിറ്റി ഇൻ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി ആണ്. കറക്റ്റ് ആയിട്ടൊരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി അല്ല പോകുന്നത് ബ്ലോക്ക് 4. ഇറ്റ് ഹാഡ് ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ജൂൺ 2022 ആൻഡ് ഡിസംബർ 2023 എക്സാം. ജൂൺ 2022 ഡിസംബർ 2023 എക്സാമിനുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്താണ് ഈ ബ്ലോക്ക് 4ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി കീ ഇൻസൈറ്റ്സ്, കൺസിസ്റ്റന്റ്ലി ഹയർ ഫ്രീക്വൻസി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് 1ൽ നിന്നാണ് ഹയർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് ഡിഫറെന്റ് എക്സാംസിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ലോവർ ഫ്രീക്വൻസി ബ്ലോക്ക് 2ൽ നിന്നാണ് വന്നിരിക്കുന്നത്. വേരിയബിലിറ്റി ഫ്ലക്ച്വേറ്റിംഗ് ആയി നിൽക്കുന്നത് ബ്ലോക്ക് 4 ആണ്. കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു പാറ്റേൺ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, അതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും യൂണിറ്റ് 3ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്താണ് വന്നിരിക്കുന്നത്. പിന്നീട് നോക്കി കഴിഞ്ഞാൽ കിടക്കുന്നത് യൂണിറ്റ് 9, പിന്നെ യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 അത് സെയിം ഷെയർ ചെയ്യുന്നത്, സെയിം ഒരു ട്രെൻഡാണ് ഷെയർ ചെയ്യുന്നത്. പിന്നീട് യൂണിറ്റ് 5, യൂണിറ്റ് 8, യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 12 സെയിം ഫ്രീക്വൻസി ഫോളോ ചെയ്യുന്നു. പിന്നീട് വരുന്ന യൂണിറ്റ്സ് ബാലൻസ് ചെയ്യുന്നത് യൂണിറ്റ് 2, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 11 ആൻഡ് യൂണിറ്റ് 14. ഇതൊക്കെ എന്താണ് ഒരേ ട്രെൻഡ്. യൂണിറ്റ് 13ൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് പറയാം. ഹീറ്റ് മാപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എക്സാംസ്. അതായത് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള എത്രമാത്രം ചോദ്യങ്ങളാണ് ഓരോ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ യൂണിറ്റ് 1ൽ നിന്ന് ഡിസംബർ 2023 ഒരു എക്സാം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2022 ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസംബർ 2021 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2ൽ നിന്ന് ഡിസംബർ 2021 ചോദിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 3ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞു. എല്ലാ സെഷൻസിലും എക്സാം സെഷൻസിലും എന്താണ് അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നോക്കാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് പെർ യൂണിറ്റ് അക്രോസ് എക്സാം. ഏതിനാണ് യൂണിറ്റ്സ് വിത്ത് ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണ്? യൂണിറ്റ് 3ൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് റോൾ ഓഫ് മാനേജേഴ്സ്, യൂണിറ്റ് 9ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഡിസിഷൻ മേക്കിംഗ്, യൂണിറ്റ് 1ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതുപോലെ തന്നെ ലോവർ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് യൂണിറ്റ് 13, അതിൽ നിന്ന് മാനേജിങ് ചേഞ്ച്,
യൂണിറ്റ് 11 ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. യൂണിറ്റ് 2 മാനേജ്മെന്റ് ആൻഡ് ഇവല്യൂഷൻ. ഇത് യൂണിറ്റ് 2 ആ കൂടി ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. യൂണിറ്റ് 3 റോൾ ഓഫ് മാനേജേഴ്സ്. അതിൽ നിന്ന് എന്താണ് കൺസിസ്റ്റന്റ്ലി അപ്പിയേഴ്സ് ഇൻ ഓൾ എക്സാംസ് റിഫ്ലക്ടിംഗ് ഇറ്റ്സ് ക്രിട്ടിക്കൽ റോൾ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ്. അതായത് മാനേജേഴ്സിന്റെ റോളാണ് വന്നിരിക്കുന്നത് എല്ലാ എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. കാരണം അത്രയും എന്താണ് അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ആണ് മാനേജേഴ്സിന്റെ റോൾസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം എല്ലാ എക്സാംസിനും റോൾ ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂണിറ്റ് 3 നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 9 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. ഇതും എന്താണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ ഡിസിഷൻ മേക്കിംഗിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. പിന്നീട് യൂണിറ്റ് 1 നിന്ന് എന്താണ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതേപോലെ തന്നെ യൂണിറ്റ് 4 നിന്ന് പ്ലാനിങ്. ഇതും എന്താണ് ഈ സെക്ടറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. യൂണിറ്റ് 5, 6, 8 ആൻഡ് 12 അത് വാരിയബിലിറ്റി ആണ്. അതിൽ നിന്ന് വരുന്നു ഒരു കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെൻഡാണ്. ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പെർഹാപ്സ് കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. യൂണിറ്റ് 13 ആൻഡ് 11 റയർലി അപ്പിയർ. വളരെ റയർ ആയിട്ട് യൂണിറ്റ് 13 നിന്നും 11 നിന്നും ചോദ്യങ്ങൾ വരുന്നുള്ളൂ. ലെസ് എംഫസൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. കവറേജ് ഇൻ ദ എക്സാം ഓർ കവറേജ് ഇൻ ദ എക്സാംസ് അനലൈസ്ഡ്. അതായത് നമ്മളിപ്പോ എക്സാം സൈക്കിൾസ് നോക്കിയാൽ യൂണിറ്റ് 13 നിന്നും 11 നിന്നും വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹൈ എംഫസൈസ് ആയിട്ടുള്ള യൂണിറ്റുകളൊക്കെ ഏതൊക്കെയാണ്? യൂണിറ്റ് 1, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 9. മോഡറേറ്റ് രീതിയിൽ പോകുന്ന യൂണിറ്റ്സുകളാണ് യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 8, യൂണിറ്റ് 10, 12. ലോ എംഫസൈസ് ഉള്ളത് യൂണിറ്റ് 2, യൂണിറ്റ് 11, യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിക് വൈസ് ഏതിനാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കും. മാനേജ്മെന്റ് പ്രോസസ്, അതിനാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക് വൈസ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നീട് കിടക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ നോക്കാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക് എക്സാം. ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ടോപ്പിക്സുകൾ എന്തൊക്കെയാണ്? നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഫ്രീക്വന്റ്ലി വരുന്ന ചോദ്യങ്ങള് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് പ്രോസസ് എന്താണ്, മീനിങ് ഓഫ് പ്ലാനിങ്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ തവണ ഒട്ടുമിക്ക എക്സാംസിനും ചോദിച്ചിട്ടുള്ളത്. വളരെ കുറവ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്കുകളാണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, ദ കൺട്രോൾ പ്രോസസ്, ലീഡർഷിപ്പ് തിയറീസ്. ഹൈ ഫ്രീക്വൻസിയിലെ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ഓഫ് പ്ലാനിങ്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ടോപ്പിക് വിത്ത് മോഡറേറ്റ് ഫ്രീക്വൻസി ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, leadership styles, individual versus group decision making. Topics with low frequency, the control process, leadership theories, verbal and non-verbal communication, role of culture. The key insights are നോക്കാം. ഹൈ എംഫസൈസ് ടോപ്പിക്സ് ഏതൊക്കെയാണ്? മാനേജ്മെന്റ് പ്രോസസ് എന്താണ്, മീനിങ് ഓഫ് പ്ലാനിങ്, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ഓവർകമ്മിങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡറേറ്റ് എംഫസൈസ്, ഒരു ആവറേജ് രീതിയിൽ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? മോഡറേറ്റ് പ്രസൻസ് ആൻഡ് സ്റ്റിൽ ഇമ്പോർട്ടൻസ് ബട്ട് ലെസ് ഫ്രീക്വന്റ് എക്സാമിനേഷൻ. ലോ എംഫസൈസ് ടോപ്പിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സം ടോപ്പിക്സ് അപ്പിയർ ലെസ് ഫ്രീക്വന്റ്ലി ഇൻഡിക്കേറ്റിംഗ് ലോവർ എംഫസൈസ് ഇൻ ദി എക്സാംസ് അനലൈസ്ഡ്. ഇപ്പൊ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വൈസ് എന്താണ് ഇവിടെയാണ് വന്നിരിക്കുന്നത്? മാനേജ്മെന്റ് പ്രോസസ്സിലെ ആവറേജ് മാർക്ക് പെർ ടോപ്പിക്സ് അക്രോസ് എക്സാം, ബാർ ചാർട്ട്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹൈ ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത് ഏതിലൊക്കെയാണ്? മാനേജ്മെന്റ് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ മാനേജ്മെന്റ് പ്രോസസ്സിന് അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ് എത്രയാണ്? അതുമാതിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി മീനിങ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസിലി മീനിങ് ഓഫ് പ്ലാനിങ് കൺസിസ്റ്റന്റ്ലി വിത്ത് ഹയർ ആവറേജ് മാർക്സ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസ്. പ്ലാനിങ്ങിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഞാനത് പല പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് അത് എന്തായാലും
സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. അതുപോലെ മോഡറേറ്റ് ആവറേജ് മാർക്ക് എവിടെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ, concept of organizing and analyzing work, time and motion study, characteristics of staffing, leadership styles, leadership theories, decision making under different states of nature, individual versus group decision making, verbal and non-verbal communication, role of culture. The key insights: prioritization. Students should prioritize topic like marriage. അതായത് നമ്മൾ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ ബേസിൽ ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കണം? മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ഓഫ് മാനേജ്മെന്റ്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഇതൊക്കെ ഹയർ മാർക്ക് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. കൂടുതൽ മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിലുള്ളതൊക്കെ. അപ്പൊ അത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ മോഡറേറ്റ് ഫോക്കസിലോ allocate moderate study time to topics with a consistent but lower average marks. ഇവിടെ മോഡറേറ്റ് ഫോക്കസിൽ വരുന്ന ടോപ്പിക്കിന് നിങ്ങൾ എന്താണ് ഒരു മോഡറേറ്റ് ആയിട്ട് ടൈം മാത്രം നിങ്ങൾ കൊടുക്കാനായിട്ട് കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് അതിന് കൂടുതൽ സമയം നിങ്ങൾ എന്താണ് കൊടുത്ത് എന്താണ് അതിൽ നിന്ന് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസോളം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. മോഡറേറ്റ് ഫോക്കസ് കൊടുക്കേണ്ടതിന് നിങ്ങൾ എന്താണ് ഒരു ആവറേജ് സ്റ്റഡി ടൈം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. The frequency of recurrent topics across exams. Recurrent topics across exam. ഏതൊക്കെ ടോപ്പിക്സുകളാണ് കൂടുതൽ തവണ റെക്കർ ചെയ്ത് വന്നിട്ടില്ലേ നോക്കാം. അതില് മാനേജ്മെന്റ് പ്രോസസ് 5 എക്സാംസ് നമ്മൾ എടുത്തിട്ടുള്ള ഓവറോൾ എക്സാം അനാലിസിസില് 5 സൈക്കിളില് 3 സൈക്കിളിൽ എന്താണ് മാനേജ്മെന്റ് പ്രോസസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രോസസ് is the only topic that has appeared in the least 3 different exam sessions, indicating its critical importance and likelihood of reappearing. അതായത് 5 സൈക്കിൾ അല്ലെങ്കിൽ 5 ടൈമിന്റെ എക്സാമിനേഷനിൽ 3 ടൈമിന്റെ എക്സാമിനേഷനിൽ മാനേജ്മെന്റ് പ്രോസസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും എക്സാമിൻസ് ചോദിച്ചു കൂടാനായിട്ട് സാധ്യതയും ഉള്ള ഒരു ടോപ്പിക്കാണ്. ഹൈ ലൈക്ലിഹുഡ് ഓഫ് അപ്പിയറൻസ്. മാനേജ്മെന്റ് പ്രോസസ് given its frequent occurrence, it's high likely to appear in the next exam. അതായത് ഇനി വരുന്ന എക്സാമിന്, അതായത് നിങ്ങൾ ഇനി അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിന് വരാനായിട്ട് എന്താണ് മാനേജ്മെന്റ് പ്രോസസ്സിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. റെക്കമെൻഡേഷൻ: പ്രയോറിറ്റൈസിങ് സ്റ്റഡിങ് ദ ടോപ്പിക് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്താണ് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം സമയം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ പ്രാവശ്യവും അത് 5 സൈക്കിളിൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് ട്രെൻഡ് ഉണ്ട്, റെക്കറൻസിനുള്ള സ്ട്രോങ് ട്രെൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ വരുന്ന ചോദ്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ മാനേജ്മെന്റ് പ്രോസസ് അപ്പിയർ ഇൻ 3 എക്സാംസ്. പിന്നെ മീനിങ് അത് തേർഡ് യൂണിറ്റിലാണ് വരുന്നത്. പിന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് അപ്പിയർ ഇൻ 2 എക്സാംസ്. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ്, ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മീനിങ് ഓഫ് പ്ലാനിങ്, അതുപോലെ തന്നെ ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക് 2 എക്സാംസിലാണ് വന്നിരിക്കുന്നത്. ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിലുള്ള ബാരിയേഴ്സ് 2 എക്സാംസിലാണ് വന്നിരിക്കുന്നത്. മീനിങ് ഓഫ് പ്ലാനിങ് ഔട്ട് ഓഫ് 5 2 എക്സാംസിൽ വന്നിട്ടുണ്ട്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് 2 എക്സാംസിൽ വന്നിട്ടുണ്ട്. ടോപ്പിക്സ് വിത്ത് മോഡറേറ്റ് ഫ്രീക്വൻസി ഏതിലൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്, മാനേജറിയൽ റോൾസ്, മാനേജറിയൽ സ്കിൽസ്. ഇതൊക്കെ ഓരോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാനോട് മോഡറേറ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ, കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിംഗ് വർക്ക്, ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫിംഗ്, ദ കൺട്രോൾ പ്രോസസ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്. പിന്നെ ലീഡർഷിപ്പ് തിയറീസ്, decision making under different states of nature, individual versus group decision making, verbal and non-verbal communication, role of culture. Prediction model, high probability of കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ളത് പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്കുകളാണ് മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, മീനിങ് ഓഫ് പ്ലാനിങ്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഈ മോഡറേറ്റ് പ്രോബിലിറ്റി ഉള്ളതോ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, perspectives of management, managerial roles, management skills, steps of planning function, concept of organizing and analyzing work,
time and motion study, characteristics of staffing, the control process, the leadership styles, leadership theories, decision making under different states of nature, individual versus group decision making, verbal and non-verbal communication, role of culture. ഇത്രയും കാര്യങ്ങളാണ് മോഡറേറ്റ് രീതിയിൽ വരുന്ന ചോദ്യങ്ങള്. റെക്കമെൻഡേഷൻസ് ഫോർ സ്റ്റഡി. കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, മീനിങ് ഓഫ് പ്ലാനിങ്, അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ബാരിയേഴ്സ്, സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. കവർ മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ്. Ensure solid understanding of topics that appear at least once, as they have moderate chance of recurring. അതായത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള വന്നിട്ടുള്ള ചോദ്യങ്ങളെ അതിന്റെ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് സോൾഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഒരു മേ ബി ചോദിക്കാം, ഹൈ ഫ്രീക്വൻസി ഇല്ലെങ്കിലും ഒരു മോഡറേറ്റ് ചാൻസ് അതിനെന്താണ് ഉണ്ട്. വിഷ്വലൈസേഷൻ ഓഫ് പ്രൊഡിക്റ്റഡ് ടോപ്പിക്സ്. Let's visualize the topics with high and moderate probabilities. അപ്പോൾ ഹൈ പ്രോബിലിറ്റി ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ്, മീനിങ് ഓഫ് പ്ലാനിങ്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഈ 5 ടോപ്പിക്സും നിങ്ങൾ മറക്കാതിരിക്കുക. ഈ എൻ്റെ ഈ അനാലിസിസിൽ പറയുന്നതിൽ ഇത്രയേ ഉള്ളൂ. അതായത് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മാനേജ്മെന്റ് പ്രോസസ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് മാനേജ്മെന്റ്, meaning of planning, overcoming barriers to effective decision making, specialization of work. Moderate വരുന്നതോ administration and management, perspectives of management, managerial roles, management skills, steps of planning function, concept of organizing and analyzing work, time and motion study, characteristics of staffing, the control process, leadership styles, leadership theories, decision making under different states of nature, individual versus group decision making, and verbal and non-verbal communication, role of culture. This study guide is designed to help learners prepare effectively for the MMPC 001 examination. നിങ്ങളെ MMPC 001 എക്സാമിനേഷന് വേണ്ടിയിട്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത്, ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റഡി ഗൈഡ്. Based on the analysis of past exam papers, we have identified key topics that frequently appear and those with high mark allocation. Use this guide to prioritize your study efforts and maximize your performance in the exam. അപ്പോൾ കീ ഫോക്കസ് ഏരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ പ്രോബിലിറ്റി ഏരിയകൾ, മാനേജ്മെന്റ് പ്രോസസ്, meaning and definition of management, meaning of planning, overcoming barriers to effective decision making, specialization of work. ഇനി മോഡറേറ്റ് വരുന്നതോ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, പെർസ്പെക്ടീവ് ഓഫ് മാനേജ്മെന്റ്, മാനേജറിയൽ റോൾസ്, മാനേജ്മെന്റ് സ്കിൽസ്, സ്റ്റെപ്സ് ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ, കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിംഗ് വർക്ക്, time and motion study, characteristics of staffing, control process, leadership styles, leadership theories, decision making under different states of nature, individual versus group decision making, verbal and non-verbal communication, role of culture. In detailed topic അനാലിസിസിലോട്ട് പോകുമ്പോൾ എന്താണ് മാനേജ്മെന്റ് പ്രോസസ്സിന് ഹൈ ഫ്രീക്വൻസി ടോപ്പിക് ആണ് പറയുന്നത്. അപ്പൊ അത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിപ്പ് തന്നിരിക്കുകയാണ്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് പഠിക്കുക. അതായത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്, ലീഡിങ്, മോട്ടിവേഷൻ, ഡയറക്ഷൻ, അതൊക്കെ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് ആ ടോപ്പിക്ക് നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ നല്ല രീതിയിൽ അറിയണം, മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. അപ്പോൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 20 മാർക്സിന് നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനുണ്ടാവും. ഡെഫിനിഷൻ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചോദ്യം മീനിങ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്ലാനിങ്ങിന്റെ പർപ്പസ്, പ്രോസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് എഴുതാനായിട്ട് നോക്കുക. ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് അതിനത്ര ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് മാനേജ്മെന്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതിന് എപ്പോഴും എന്താണ് ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാരിയേഴ്സ് ടു ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. എങ്ങനെയൊക്കെയാണ് അത് ഓവർകം ചെയ്യുക എന്നുള്ളത് പറയണം. ഇനി സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്, അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്കിൽ
നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ഫോക്കസ് ഓൺ ദ ബെനിഫിറ്റ് ആൻഡ് ചാലഞ്ചസ് ഓഫ് വർക്ക് സ്പെഷ്യലൈസേഷൻ. വർക്ക് സ്പെഷ്യലൈസേഷന്റെ ബെനിഫിറ്റ് എന്താണ്, ചാലഞ്ചസ് എന്താണ്? ബി പ്രിപ്പയർഡ് ടു ഡിസ്കസ് ഹൗ ഇറ്റ് ഇമ്പാക്ട്സ് ഓൺ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇനി പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്. ഫോക്കസ് യുവർ ഇനീഷ്യൽ സ്റ്റഡി എഫേർട്സ് ഓൺ ദ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് and ensure you have a deep understanding of these areas. Cover moderate frequency topics. Allocate time to review moderate probability topics. These are also important to put clear and could appear in the exam. Use examples and case studies. Wherever possible, use റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് കേസ് സ്റ്റഡീസ് ടു ഇല്ലസ്ട്രേറ്റ് യുവർ ആൻസേഴ്സ്. അതായത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാൽ കൂടിയും അതിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ പ്രാക്ടിക്കലി എന്തെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നോക്കുന്ന വാല്യുവേഷൻ നടത്തുന്ന ആൾക്കാർക്കായാലും നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റുഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ്. മുമ്പത്തെ പേപ്പേഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ എക്സാം പാറ്റേണിന്റെ സമയം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് നോക്കുക. ഇനി മാനേജ് യുവർ ടൈം. അതേപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ നല്ല രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ മോഡറേറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസി ടൈപ്പ് ടോപ്പിക് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഉള്ള ബ്ലോക്കുകൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ, അങ്ങനെ അതിന്റെ ബേസിൽ സമയം അങ്ങനെ നിങ്ങൾ അലോട്ട് ചെയ്ത് എല്ലാത്തിനും ഒരേ ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാതെ ഹൈ ഫ്രീക്വൻസി വരുന്നതിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുകയും ബാക്കിയുള്ളതിന് അതിനനുസരിച്ചുള്ള സമയം അലോക്കേറ്റ് ചെയ്ത് ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി കൺക്ലൂഷൻ. ബൈ ഫോക്കസിംഗ് ഓൺ ദി കീ ഏരിയാസ് ഹൈലൈറ്റഡ് ഇൻ ദിസ് ഗൈഡ് and using the provided tips you can prepare effectively. അതായത് നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഗൈഡ് അതേപോലെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന ടിപ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ തന്നിരിക്കുന്ന ട്രെൻഡ് നോക്കിക്കൊണ്ട് ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് ട്രെൻഡ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സിനെയും കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നോക്കുക. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രോഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സിലബസ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലൊരു ഏരിയ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല. എല്ലാ ഏരിയയിലും എല്ലാ ബ്ലോക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ചോദിച്ച് അങ്ങനെ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഗുഡ് ലക്ക്. നാളെയാണ് എക്സാം. അപ്പൊ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നല്ലൊരു റിസൾട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ടൈം 3 hours ആണ്. മാക്സിമം മാർക്ക് 100 marks ആണ്. വെയിറ്റേജ് 70%. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ 100 മാർക്കിൽ നിങ്ങൾക്ക് വെയിറ്റേജ് 70% ടൈം എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 sections ഉണ്ട്. സെക്ഷൻ എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 3, ക്വസ്റ്റ്യൻ 4 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും അതിന്റെ സിഗ്നിഫിക്കൻസ് അതേപോലെ തന്നെ മാനേജറുടെ സ്കില്ല് കാര്യങ്ങളൊക്കെയാണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് മീനിങ് ആൻഡ് ഓഫ് പ്ലാനിങ് പ്രോസസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ബാരിയേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് ബാരിയേഴ്സ് ഓവർകം ചെയ്യാം. റിയൽ ലൈഫ് എക്സാമ്പിൾസും കൂടി പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ 5 ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്താണ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ടൈം ആൻഡ് മോഷൻ സ്റ്റഡി, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. അപ്പൊ കേസ് സ്റ്റഡി നിങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിലെ അവസാനം നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻസാ? ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ കേസ് സ്റ്റഡി വായിച്ചതിന് ശേഷം അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഒരു കേസ് സ്റ്റഡി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് എന്താണോ അതിന്റെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക, നിങ്ങൾക്ക് അത് ഏത് ടോപ്പിക് ആയിട്ടാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് തിയറി ആയിട്ടാണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ കേസ് സ്റ്റഡി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് തിയറി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട്
നിങ്ങളുടെ സിലബസ് രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു സിനാരിയോ വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കുറെ ഐഡിയാസുകളൊക്കെ വരും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കേസ് സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എഴുതി കംപ്ലീറ്റ് ചെയ്ത് എക്സാംസിൽ നല്ല മാർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യനും എഴുതാതെ പോകരുത്. നിങ്ങൾക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതില്ല. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈവൻ കേസ് സ്റ്റഡീസ് ആയാലും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കേസ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് സിനാരിയോയ്ക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ എല്ലാ ലേണേഴ്സിനും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഈ ഗൈഡ് ബുക്കിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നല്ല രീതിയിൽ എക്സാംസ് എഴുതാനായിട്ട് പറ്റട്ടെ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കൈവരിക്കാനാവട്ടെ. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.